ശ്രീ സെന്തിൽനാഥൻ, താങ്കൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു 1998 UB ഗ്രൂപ്പിന് വേണ്ടി താങ്കൾ ഇത് പരിശോധന നടത്തി അവർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഇതിലെ സ്വർണത്തിന്റെ പരിശുദ്ധി സ്വർണം പൂശിയത് തന്നെയാണ് എന്നുള്ളത്. തുടർന്ന് അങ്ങോട്ട് 2019 എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയത് എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ഒരു വിശദീകരണവും നൽകാൻ ഇതുവരെ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ചില ഒളിച്ചുകളികളും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇടത് നിരീക്ഷകനായ ശ്രീ BN ഹസ്കർ പറഞ്ഞത് ഇത് വിജയ് മല്യയുടെ കാര്യം തൊട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു സംശയം താങ്കൾ നിഴലിക്കുന്നുണ്ടോ? ഇതിപ്പോൾ പറഞ്ഞ് ജയിക്കാനുള്ള ഒരു തന്ത്രമായി മാത്രമല്ലേ ഇതിൽ പെട്ടവർ കാണുന്നുള്ളൂ? ഉറപ്പായിട്ടും ആ ധ്വനിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ ഹസ്കറിനെ ഞാൻ തെറ്റു പറയുന്നില്ല, അവിവേകം എന്ന് ഞാൻ പറയാനത് താല്പര്യപ്പെടുന്നില്ല. കാരണം കൊടുത്തത് ഗോൾഡാണ് പൂശിയിരിക്കുന്നത്. പിന്നെ അങ്ങൊരു വിദേശത്ത് പോകുമോ വിദേശത്ത് പോകാണ്ടിരിക്കുകയോ അല്ല കള്ളക്കടത്ത് നടത്തിയോ ഇതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഈ സ്വർണ്ണം എവിടെ പോയി എന്നുള്ളതാണ് വിഷയം. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ 2004 അങ്ങൊരു വീണ്ടും അവിടെ വിസിറ്റ് ചെയ്യേണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വന്നിട്ട് ഇതേ ബോർഡുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേവസ്വം ബോർഡുകാർ പറഞ്ഞിട്ടുണ്ട്, ഈ പടിയും മാറ്റിയിട്ട് സ്വർണം ചവിട്ടി കയറാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് ആ പടി മാറ്റി വെള്ളിയാക്കി തരാൻ പറ്റുമോ എന്നും ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ വിജയ് മല്യയോട്. ഞാനപ്പോൾ അങ്ങോട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്റർ എനിക്ക് വർക്ക് ഓർഡറായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് UB ഗ്രൂപ്പ് ടു ഡു ദ നെസസറി തിങ്സ്. അതിൻ്റെ ചിലവ് UB ഗ്രൂപ്പ് ഏറ്റോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഓർഡർ പ്രകാരം അവർ ആ വർക്ക് ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. ദേ ഡിഡ് നോട്ട് ഡു ദാറ്റ് വർക്ക്. പക്ഷേ അതിന് ശേഷം വീണ്ടും എന്തുകൊണ്ട് ഇത് ചെയ്തു അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണല്ലോ. എന്തുകൊണ്ട് അവർ ചെയ്തു? വേറൊരു കാലഘട്ടത്തിലെ ഭരണക്കാർ വന്നിട്ട് അതിനെ അനുവദിക്കുന്നില്ല. ആ പേപ്പർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് ഇവർ അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് മാത്രമല്ല, ഒരു ബോർഡ് മാത്രമല്ല, ഗുരുവായൂരിൽ ഞാൻ ചെയ്തു കൊടുത്ത സംഗതികളുണ്ട്. ഫ്രണ്ടിലെ സോപാനപ്പടി അതിപ്പോൾ ഇല്ല. ആ സാഹചര്യം ഇവിടെ മാറ്റി വെച്ചു. അത് വെള്ളിയിൽ പൊതിഞ്ഞു കൊടുത്തതാണ്. ഇന്ന് വെള്ളിയുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ പ്ലസ് ആണ്. അങ്ങനെ പല കാര്യത്തിലേക്ക് ഇത് ലീഡ് ചെയ്യും. ഒന്നിലെ ബോർഡ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാണല്ലോ. ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാനുള്ള ഒരു കാര്യം അവിടെ അനുവദിക്കുന്നില്ലല്ലോ. സംബഡി ഹാവ് ടു ഗിവ് ആൻ ഓർഡർ ഇല്ലേ? പിന്നെ ഇതിൻ്റെ എല്ലാ പ്രോസസ്സ് ഉണ്ട്, ഈ പ്രക്രിയകളുണ്ട്. ഈ പ്രക്രിയ അനുസരിച്ച് നമുക്ക് ഒരു കാര്യവും ചെയ്യാനും പറ്റില്ല. അപ്പം ഇതല്ല ഈ പറയുന്ന പോലെ തന്നെ ഒരാളുടെ തലയ്ക്ക് വെച്ചു കൊടുക്കുക, ഒരു ഡീവിയേഷൻ ഓഫ് ഫാക്ടേഴ്സ് കൊണ്ടുവരിക, ഇതൊന്നും ആക്ച്വലി സത്യമല്ല. ഇത് ഒരു ഭക്തൻ എന്ന രീതിയിൽ കൂടി നമ്മൾ നോക്കുമ്പോഴേക്കും വളരെ സിമ്പിളാണ്. അവിടെ കൊടുത്ത ഗോൾഡ് എന്തായി, കൊടുത്തു വിട്ടോ, അത് കോപ്പർ പ്ലേറ്റ് ആയിരുന്നോ അല്ലയോ, അതിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കണം. ദേ ആർ സപ്പോസ് ടു ഗിവ്. ഇതേപോലെ വന്നിട്ട് ഞങ്ങൾ കൊടുത്തുവിട്ട സാധനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പോയിട്ടുണ്ട്, ബാക്കിയുള്ള ഇത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവർ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തേണ്ടതാണ് ഞങ്ങൾ ചെമ്പ് മാത്രമാണ് കൊടുത്തു വിടണമെന്നുള്ള. ഈ ഒരു രേഖ ഇല്ലാണ്ട് ഒരു രേഖ എവിടെ കാണാണ്ട് പോകാനാണ്? കാണാണ്ട് ഒരു സാധ്യമല്ലേ അവിടെ, ഹൈലി ഇമ്പോസിബിൾ. അതേപോലെ തന്നെ പറയാം, 99 കോടതിക്ക് മുമ്പാകെ വന്നിട്ട് ചെയ്ത് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തതാണ്. അപ്പോൾ കോടതിയും പറഞ്ഞിട്ടില്ല ഇത് സ്വർണ്ണമല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു പുതിയ ഒരു തരത്തിലൊരു നിരീക്ഷണം അതിൻ്റെ അകത്ത് കട്ടേറ്റ ഒരാവശ്യമില്ല. അത് ബാക്കിയുള്ളതെല്ലാം ഈ ജയറാം തന്നെ നടക്ക് വന്നിട്ട് ഇത് അവരുടെ വീട്ടിൽ കൊണ്ട് ഞാൻ അവരെ വന്നിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാണ്. ആരാണ് ഈ റൈറ്റ്സ് കൊടുക്കുന്നത് അവിടെ കൊണ്ടുപോകാനായിട്ട്? സംബഡി ഹാവ് ടു ഗിവ് ദ റൈറ്റ്സ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണം അപ്പം തന്നെ എന്തിനവിടെ കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവരുന്ന സാധനം മറ്റേ നേരെ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ആസ് പെർ ദ ഗൈഡ് ലൈൻസ്, അങ്ങോട്ട് പറയുന്നുണ്ട് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഈ സാധനം ശബരിമലയെ വെച്ച് തന്നെ റിപ്പയർ ചെയ്യേണ്ട സാധനമാണ്. ദെൻ ഇത് എന്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി? ആ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കും. അങ്ങനെ പല ചോദ്യങ്ങളും ഇതിനകത്ത് തുടർന്ന് വരുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഇതൊരു അങ്ങൊരു പറഞ്ഞ പോലെ തന്നെ ഒരു സീനിയർ ഓഫീസറും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു എൻക്വയറി തന്നെ വെച്ച് അതിലേക്ക് എന്ത് സഹകരണവും നമുക്ക് ചെയ്യാൻ തയ്യാറാണ് ഭക്തൻ എന്ന രീതിയിൽ. ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഉയരുന്നൊരു വലിയ ആശങ്ക എന്ന് പറയുന്നത് അന്ന് സമർപ്പിച്ച സ്വർണം പാടെ ചിലരെങ്കിലും കടത്തിയിട്ടുണ്ടോ, വെറും ചെമ്പുപാളികൾ മാത്രമാക്കുകയായിരുന്നോ എന്നുള്ള സംശയം വരെയാണ് നിഴലിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഇതേത് രീതിയിലാണ് സ്വർണം പൂശുന്നത് എന്നുള്ളത്. അങ്ങനെ പൂശിയ സ്വർണം ഇവർക്ക് അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാനുള്ള
പ്രക്രിയകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കെമിക്കൽ സംഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ള ചില സാഹചര്യങ്ങൾ കൂടി താങ്കൾ ഉന്നയിക്കുന്നുണ്ടോ? അത്തരത്തിൽ ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഉണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ് ആയിട്ടും. ഇപ്പോൾ പൂശി ഒരു മെറ്റീരിയലാണ്, അതിൻ്റെ ഒരു ഭാഗം പോയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ നമ്മൾ പാർഷ്യലി ഒരു സാധനം മാത്രം ചെയ്യാൻ പറ്റില്ല, ഏച്ചു വെച്ചൊക്കെ മോച്ചു നിൽക്കുന്നു പറയുന്ന പോലെ. അപ്പോൾ അതിലുള്ള ഗോൾഡ് ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ആൻഡ് അഗെയിൻ ഇറ്റ് ഹാസ് ടു ബി ബ്ലേഡ് ബാക്ക്. അപ്പോൾ ഇവർ പറയുന്ന പ്രോസസ്സ് വന്നിട്ട് അമാൽഗമേഷൻ പ്രോസസ്സ് അല്ല രണ്ടാമത് ചെയ്തിരിക്കുന്നത് വന്നിട്ട് ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ്സാണ്. അവരുടെ കണക്കനുസരിച്ച് 390 ഗ്രാംസേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഗോൾഡ് എവിടെ പോയി എന്നുള്ളത് ഓക്കെ, ഒരു 3 കിലോ അതിൻ്റെ അകത്ത് 2.5 കിലോ പൂശിയിട്ടുണ്ടെന്ന് വെച്ചോളൂ, തൊട്ട് പോയത് ഒരു 1/2 കിലോ പോയി വെച്ചോളൂ, അസംഷനാണ് എന്നെ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 കിലോസ് അതിൻ്റെ അകത്ത് റിമൈനിങ് ഉണ്ടാവണമല്ലോ. അത് കെമിക്കൽ വഴി പ്രോസസ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഡെഫിനറ്റ് ആയിട്ടും. അതിലൊരു ലോസ് വന്നാൽ പോലും ബാക്കി അഗെയിൻ 2 കിലോസ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ 1.5 കിലോ എങ്കിലും ഉണ്ടാവും. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1.5 കോടി രൂപയാണ്. അത് പോകാനായിട്ട് യാതൊരു സാധ്യതയുമില്ല, അത് 100% ഷുവർ. കാരണം ഇപ്പോൾ 24 ഗോൾഡ് ആണ് എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മെത്തേഡ് വേണമല്ലോ. അപ്പോൾ ഈ 22 ക്യാരറ്റ് ആണെന്ന് പറയുമ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് ചേർക്കുമ്പോഴാണ് 22 ക്യാരറ്റായിട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് 8.4% നമ്മൾ കോപ്പർ ആഡ് ചെയ്യുമ്പോഴേക്കും ദാറ്റ് ബിക്കംസ് കോപ്പർ, ദാറ്റ് ബിക്കംസ് 22. എഗെയിൻ അനദർ 8.4% ചേരുമ്പോൾ ഇറ്റ് ബിക്കംസ് 20. അപ്പോൾ ഇന്നത്തെ ആധുനികത്തെ ലോകത്ത് വന്നിട്ട് ഒരു സാധനം ഗോൾഡ് വെച്ച് നോക്കുമ്പോഴേക്കും ഇത് 18 ക്യാരറ്റാന്ന് കണ്ടുപിടിക്കുന്നത് അതിൽ ചേർത്തിരിക്കുന്ന പ്രൊപ്പോർഷൻ ഓഫ് കോപ്പർ അനുസരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സർട്ടിഫൈഡ് ആസ് 18 or 20 or 22. അപ്പോൾ ഡെഫിനറ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമുള്ളപ്പോൾ എന്തുകൊണ്ട് അവർ ആ പ്രോസസ്സ് ചെയ്തില്ല, അല്ലെങ്കിൽ ചോദിച്ചിട്ട് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഇത് എറൈസ് ചെയ്യും. ഡെഫിനറ്റാണ്, ദേ ഹാവ് ടു ബി ആൻസറബിൾ. ഇതിനകത്ത് ഒരു സർക്കമില്ലാത്തൊരു സംഭവമാണിത്. കാരണം ഇത് ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തുള്ള ഗോൾഡ് ഈ പറഞ്ഞ പോലെ പ്രൊപ്പഗേഷന് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാലും അതെ, അത് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിന്മേൽ ഉണ്ട്. അതായത് നമുക്കറിയാം